വായന ആവശ്യമുണ്ടോ? എല്ലാവരുടെയും ഒരു ചോദ്യവും എല്ലാവരും ഒരു ചിന്തയാണ്. ഇന്ന് പുസ്തകം തന്നെ വായിക്കേണ്ട കാര്യമുണ്ടോ? പലരും പറയാറുണ്ട് ഓൺലൈനിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. വളരെ ശരിയാണ്, നമുക്ക് പുസ്തകം തന്നെ വായിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ എല്ലാവരും അധിക പക്ഷവും നമ്മൾ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ മൊബൈലോ ടാബൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വായിക്കുന്നത്. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അധികം വിഷ്വലി ആണല്ലോ അവർ കാണുന്നത്. ഇപ്പൊ പഴയ കഥകള്, പുരാണ കഥകള്, ജാതകഥകള്, എന്തൊക്കെ തരത്തിൽ നമ്മൾ പണ്ട് വായിച്ച് ആസ്വദിച്ച് സ്വപ്നം കണ്ടിരുന്നത് മുഴുവൻ കുട്ടികളുടെ മുമ്പിൽ വരുന്നത് കാർട്ടൂണുകളായിട്ടോ അല്ലെങ്കിൽ പലതരം ദൃശ്യാവിഷ്കാരങ്ങളായിട്ടോ ആണ്. അപ്പോ പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മൾ പുസ്തകം വായിച്ചപ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോഴത്തെയും കൂടിയുള്ള ഒരു വ്യത്യാസം എന്താണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാല്, പണ്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ നമ്മളുടെ ഫാന്റസി കൂടിയിരുന്നു. കാരണം നമ്മൾക്ക് അറിയാൻ വയ്യാത്ത ഏതോ ഒരു ലോകത്തിനെ കുറിച്ചാണ് പറയണത്. അപ്പൊ നമ്മളുടെ മനസ്സിൽ നമ്മൾ ചിത്രങ്ങളിലൂടെയും മറ്റുള്ളവർ പറയണതിലൂടെയും മുത്തശ്ശി കഥകളിലൂടെയും കേട്ടിട്ടുള്ള ഒരു കാര്യങ്ങള് റിക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് തന്നെ ശ്രമിക്കും. എന്നാൽ അതേസമയം ഇന്ന് അവരുടെ മുമ്പിൽ കൃത്യമായിട്ട് ഈ പറയുന്നത് ദൃശ്യമായിട്ട് വരികയാണ്. അപ്പൊ ഫാന്റസിയുടെ ഒരു എലമെന്റ് വളരെ കുറവായിട്ടാണ് അവർക്ക് വരുന്നത്. ഇപ്പോ ചെറിയ ഓട്ടിസം, മൈൽഡ് ഓട്ടിസം ഒക്കെ ഉള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ലേണിംഗ് ഇഷ്യൂ ഉള്ള ചില കുട്ടികളിൽ കണ്ടിട്ടുണ്ട്. അവർക്ക് വിഷ്വൽ പെർസെപ്ഷൻ കൂടുന്നതിനനുസരിച്ച് അവർ പലതും ഇമാജിനറി ഉണ്ടാക്കും. ഇപ്പൊ എന്റെ അടുത്തൊരു മോനുണ്ട്, അവൻ അങ്ങനെയാണ്. ഒരു ചിത്രം കണ്ടാൽ അവൻ ആ ചിത്രത്തിന്റെ നെക്സ്റ്റ് ചിത്രം എന്താണോ എന്നുള്ളത് അവൻ മനസ്സിൽ ചിത്രം വരച്ചിടും. ഇവരുടെ ഇമാജിനറി കപ്പാസിറ്റി കൂടുതലാണ്. കാര്യം ഇവർ കാർട്ടൂൺ എല്ലാം കാണുന്നുണ്ടെങ്കിലും വളരെ മനോഹരമായിട്ട് അവർക്ക് കാർട്ടൂൺ ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ഇമാജിനറി അവർ ബിൽഡ് ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും ഒരു ചിത്രം കണ്ടാൽ അതിന്റെ അടുത്ത ചിത്രം എന്താണെന്ന് അവൻ അവരുടെ ഇഷ്ടത്തിന് പറയും. ഇതൊക്കെ ഒരു നല്ല പ്രത്യേകതകളാണ് ശരിക്കും. നമ്മൾ വിചാരിക്കുക കുട്ടികൾക്ക് അറിയില്ലല്ലോ. അല്ല, അവർ വളരെ മനോഹരമായിട്ട് ആ ചിത്രങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല്, 1001 രാവുകള് വളരെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ചൊരു പുസ്തകമാണ്. എന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ, എപ്പോഴോ കൗമാര കാലഘട്ടത്തിൽ ഞാനത് വായിച്ചിട്ടുണ്ട്. എപ്പോൾ വായിക്കുമ്പോഴും എനിക്ക് അതിലൊരു പുതുമയാണ് തോന്നാറുള്ളത്. ഞാൻ അതിന്റെ ഒരു സൈക്കോളജി ആലോചിച്ചപ്പോൾ, ഒരു രാജാവ് അയാൾ ചതിക്കപ്പെടുന്നു. അപ്പോ സ്ത്രീകളോട് മുഴുവൻ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. അപ്പൊ അദ്ദേഹം ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോരുത്തരെ വിവാഹം കഴിച്ച് കൊല്ലുക എന്നുള്ളൊരു പ്രക്രിയയാണ്. അങ്ങനെ ഒരു ദിവസം അടുത്ത ഊഴമായിട്ട് വന്നത് മന്ത്രിയുടെ മകളാണ്. മകൾ മരിക്കല്ലേ എന്ന് ആലോചിച്ചിട്ടുള്ള ദുഃഖത്തിലിരിക്കുമ്പോൾ ഈ കുട്ടി പറയും, എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോക്കോളൂ, ഞാൻ തയ്യാറാണ് പറയും, അല്ലെങ്കിൽ അച്ഛനെ കൊല്ലും. അപ്പോൾ നേരെ ഈ കുട്ടിയെ കൊണ്ട് ചെല്ലാണ് അവിടേക്ക്. അങ്ങനെ ചെന്ന് വിവാഹം കഴിക്കും രാജാവ്. രാത്രിയിൽ ഈ കുട്ടി പറയുന്ന കഥകളാണ് 1001 രാവുകളായിട്ട് വന്നത്. അപ്പോൾ 1001 രാവ് എന്ന് പറയുമ്പോൾ അത്രയും വർഷം ഈ കുട്ടിക്ക് ജീവിച്ചിരിക്കാനായിട്ട് സാധിക്കും. അതായത് അപൂർണമായിട്ട് കഥകൾ അവസാനിപ്പിച്ച് പോകുന്ന ഒരു ശൈലി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ഈ രാജാവിന് ഭയങ്കര ജിജ്ഞാസയായി. ആ ജിജ്ഞാസ കൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ രാജാവ് ചെയ്യാൻ തുടങ്ങി. രാജാവിന്റെ ജീവിതത്തിൽ ഒരു അർത്ഥം വന്നു. രാത്രികാലങ്ങളിൽ ഈ കുട്ടി വരാൻ വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഇമോഷണൽ ബോണ്ടേജ് വന്നിട്ടുണ്ടാവാം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവാം. ഇത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ജോലിയാവട്ടെ, ബിസിനസ് ആവട്ടെ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കർമ്മമാണോ ചെയ്യുന്നതെങ്കിൽ അതിലെപ്പോഴും പുതുമ കണ്ടെത്താൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യുന്നതിന്റെ ഒപ്പം ചെയ്യാൻ പറ്റുന്ന പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വേറൊരു രീതിയിൽ ജീവിതത്തിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഈ കഥയുടെ തുടക്കം എനിക്ക് മനസ്സിലായത്. അപ്പൊ അതിലുള്ള ഒരു ഫാന്റസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ ആ രാജാവ് വന്നിരിക്കുന്നുണ്ട്, ഇവര് വന്നിരിക്കുന്നുണ്ട്, രാത്രികാലങ്ങളിൽ കഥകൾ പറയുന്നുണ്ട്, സ്നേഹം ഉടലെടുക്കുന്നുണ്ട്, ഭാവിയിൽ ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്ത വിധം രാജാവ് അടുത്തിട്ടുണ്ടാവാമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. പിന്നെയുള്ളത് അതിലെ കഥകളാണ്. അലാവുദ്ദീൻ അത്ഭുത വിളക്ക്, അങ്ങനെ ഒരുപാട് കഥകളുണ്ടല്ലോ. അത്തരം കഥകളൊക്കെ അതിൽ വരുന്നതാണ്. എല്ലാത്തിലും നമ്മൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സിന്റെ തീരുമാനമാണ് ഞാൻ എങ്ങനെ വേണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ടത്. പല അവസ്ഥകളുണ്ട് നമ്മുടെ രാജ്യത്തിനായാലും നമ്മുടെയൊക്കെ ജീവിതത്തിലായാലും. ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് വരാൻ ഭയങ്കര സംശയവും ആശങ്കയൊക്കെയുള്ള ദിവസങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ ഇതിനെല്ലാം അതിജീവിക്കാമെന്നും അതിന് വേണ്ടുന്ന പുതുമയാർന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ എങ്ങനെ പുതുമ ഉണ്ടാക്കാമെന്നും, നമ്മളുടെ ചില സമയത്തെ നമ്മളുടെ പ്രസൻസ് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. അതിനാണ് ശരിക്കും കണ്ണാടിയൊക്കെ നോക്കി നമ്മൾ സംസാരിക്കാനൊക്കെ പറയണേ. അപ്പോൾ എന്തൊക്കെ രീതിയിൽ മുന്നോട്ട് വരാമെന്നുള്ള തീരുമാനങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്.
ഫാന്റസീസ് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. ഫാന്റസിയെ യാഥാർത്ഥ്യമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.